നമസ്തേ, മെൻ്റർ പ്രേംലാലിലേക്ക് സ്വാഗതം. ഇന്ന് ക്രിസ്മസ് ആണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. നമ്മൾ ഇനി കണ്ടുമുട്ടുക പുതുവത്സരത്തിനാണ്. അതുകൊണ്ട് തന്നെ അഡ്വാൻസ് ആയിട്ട് എല്ലാവർക്കും പുതുവത്സര ആശംസകൾ കൂടി നേരുകയാണ്. അടുത്ത പുതുവർഷം നിങ്ങളുടെ ഫിനാൻഷ്യൽ ലൈഫിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ലൈഫാവട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. എല്ലാ സ്നേഹത്തിനും ഒരുപാട് നന്ദി. നോക്കൂ, നമ്മുടെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി അല്ലേ? പലർക്കും പുതിയ ആശയങ്ങൾ വന്നു തുടങ്ങി. എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു. പല ത്രെഡുകളും വർക്കൗട്ടായി. പലരും അതിൻ്റെ പുറകിലുള്ള യാത്രകൾ ആരംഭിച്ചു. എപ്പോഴും വരുമാനം അന്വേഷിക്കുമ്പോൾ പുത്തൻ ആശയങ്ങളുടെ പുറകെ പോയി അത് നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കാൻ സാധിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം അത് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഭവിക്കാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നിങ്ങൾ ആ നാൾ വഴി അന്വേഷിച്ച് പോകുമ്പോൾ നിങ്ങളെ പുറകോട്ട് വലിക്കാൻ സാധ്യതയുള്ള ഒരു വസ്തുവിൻ്റെ സയൻസ് പഠിക്കുകയും ആ സയൻസ് അറിയാമെങ്കിൽ വിജയത്തിൻ്റെ ഒരു മനോഹരമായ വഴിയിലേക്ക് നിങ്ങളുടെ തലച്ചോറിനെ ഉപയോഗിക്കാനും പഠിക്കുന്ന അതിഗംഭീരമായ ഒരു ആശയത്തിനെ കുറിച്ചാണ് നമുക്ക് സംസാരിക്കാൻ പോകുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. ന്യൂറോപ്ലാസ്റ്റിസിറ്റി വളരെ അടുത്ത കാലത്തായിട്ട് കണ്ടുപിടിക്കപ്പെട്ട ഒരു സാധനമാണ്. 1000 വർഷങ്ങളുടെ പഴക്കമൊന്നുമില്ല ഈ കണ്ടുപിടുത്തത്തിന്. ആ കണ്ടുപിടുത്തം വളരെ മനോഹരമായിരുന്നു. എന്താ കണ്ടുപിടുത്തം വെച്ച് കഴിഞ്ഞാൽ, സയൻറ്റിസ്റ്റുകൾ ആദ്യം തീരുമാനിച്ചിരുന്നത് ഒരു ബ്രെയിൻ വൺസ് സെറ്റായി കഴിഞ്ഞാൽ അത് സെറ്റാണ്, അതിൽ മാറ്റം വരുത്താൻ പറ്റില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ന്യൂറോ സയൻറ്റിസ്റ്റുകൾ നടത്തിയ പുതിയ ഗവേഷണങ്ങൾ മനസ്സിലാക്കുന്നത്, തെളിയിക്കുന്നത് ബ്രെയിൻ അഡാപ്റ്റബിലിറ്റി എന്നൊരു ഫീച്ചറുണ്ട്. നമുക്ക് നമ്മുടെ ബ്രെയിനെ പുതിയതായിട്ട് റീസ്ട്രക്ചർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ബ്രെയിൻ, നമ്മുടെ തലച്ചോറ്, അത് അതിനുള്ളിൽ ഫോം ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സാധനമാണ് വിശ്വാസം. അങ്ങനെയല്ലോ നമ്മൾ കേട്ടിരിക്കുന്നത്. എന്താണ് നമ്മുടെ വിശ്വാസം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും? ഞാൻ ഹിന്ദുവാണ്, ഞാൻ ക്രിസ്ത്യൻ വിശ്വാസി, ഞാൻ ഇസ്ലാം മത വിശ്വാസിയാണ്, അല്ലെങ്കിൽ ഞാനൊരു കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയാണ്, ഞാൻ കോൺഗ്രസ് വിശ്വാസി അല്ലേ? പക്ഷേ ഞാൻ പറയുന്നു, വിശ്വാസം പുറത്തല്ല, വിശ്വാസം അകത്താണ്. നമുക്ക് തൊട്ട് നോക്കാൻ പറ്റുന്നൊരു സാധനമാണ് നമ്മളുടെ വിശ്വാസം. നമ്മൾ ചിന്തിക്കുമ്പോൾ, നാം എന്ത് പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറിൽ അതിനാവശ്യമായ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലേ? ഇപ്പോൾ ചെറിയ ഉദാഹരണം പറയാം. നിങ്ങളുടെ കണ്ണിലേക്ക് ഒരു പ്രാണി വരികയാണ്. നിങ്ങൾ പെട്ടെന്ന് എന്ത് ചെയ്യും? കണ്ണടയ്ക്കും. എന്താ ഈ പ്രോസസ്സ്? കണ്ണിനോട് ആരാണ് അടയ്ക്കാൻ പറഞ്ഞത്? ഉത്തരവും നിങ്ങൾക്കറിയാം, തലച്ചോറാണ് കണ്ണിനോട് അടയ്ക്കാൻ പറഞ്ഞത്. പക്ഷേ ഈ പ്രോസസ്സ് എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു പ്രാണിയുടെ ഇമേജ് നിങ്ങളുടെ കണ്ണിൽ വന്നു. ആ സമയത്ത് ആ മെസ്സേജ് തലച്ചോറിലെത്തുന്നു. തലച്ചോറ് കണ്ണിനോട് പറയുന്നു, കണ്ണടയ്ക്കാൻ പറയുന്നു. ആരാണ് ഈ മെസ്സേജ് എത്തിച്ചത്? ന്യൂറോൺസാണ് മെസ്സേജ് എത്തിച്ചത്. സ്ഥിരമായി സംവദിക്കപ്പെടുന്ന ന്യൂറോണുകൾ തമ്മിൽ ഒട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്. കാരണം ഈ ഇൻഫർമേഷൻ ന്യൂറോൺ പാസ് ചെയ്യുന്നത് തനിക്ക് കിട്ടിയൊരു ഇൻഫർമേഷനെ ഒരു പോസ്റ്റ്മാൻ നമ്മുടെ വീട്ടിൽ കൊണ്ട് കത്ത് തരുന്ന പോലെ നേരെ കൊണ്ട് ബ്രെയിനോട് പറയുകയല്ല. ഒരു ന്യൂറോൺ തനിക്ക് കിട്ടിയ ഇൻഫർമേഷനെ അടുത്ത ന്യൂറോണിലേക്ക് കൊടുത്ത്, അടുത്ത ന്യൂറോണിലേക്ക് കൊടുത്ത്, അപ്പോൾ അതിൻ്റെ സ്പീഡ് ആലോചിച്ച് നോക്കിയേ. ഒരു ഒബ്ജക്റ്റിൻ്റെ ചിത്രം കണ്ണിൽ പതിയുമ്പോൾ തന്നെ കണ്ണ് അടയ്ക്കാൻ പറയുകയാണ്. അതായത് വളരെ വേഗത്തിലാണ് ഒരു ന്യൂറോൺ തനിക്ക് കിട്ടിയ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്ത് ബ്രെയിനിലെത്തുന്നതും ബ്രെയിൻ അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് അവയവത്തിന് വേണ്ട, കണ്ണിന് വേണ്ട നിർദ്ദേശം കൊടുക്കുന്നതും വളരെ വേഗത്തിലാണ്. സോ ഈ ഡാറ്റ ട്രാൻസ്ഫോർമേഷൻ വിളിക്കുന്ന പേര് ന്യൂറോൺ ഫയറിംഗ് എന്നാണ്. ഫയറിംഗ് അത്ര വേഗത്തിലാണ്. അപ്പോൾ ഈ സ്ഥിരമായി ഫയർ ചെയ്യപ്പെടുന്ന ന്യൂറോണുകൾ തമ്മിൽ വയേർഡാവും. ഞാൻ എന്തിനാണ് ഈ ബയോളജി ക്ലാസ് ഇപ്പോൾ എടുക്കുന്നത്? നോക്കൂ, നിങ്ങളുടെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ എന്താണോ അതും ഒരു ന്യൂറോൺ വയറിങ്ങിൻ്റെ ബൈ പ്രൊഡക്റ്റാണ്. നാം സ്ഥിരമായി സംവദിക്കപ്പെടുന്ന ന്യൂറോണുകൾ തമ്മിൽ വയേർഡാവുകയും ആ വയറിങ് ചേർന്ന് ഒരു പാത്ത് വേ ഫോം ചെയ്യുകയും, ഒരു എളുപ്പ വഴി എന്ന് പറയും, ഒരു പാത്ത് വേ, ന്യൂറൽ പാത്ത് വേ എന്ന് പറയും. ആ ന്യൂറൽ പാത്ത് വേ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും അത് സ്ട്രോങ് ആയി പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ മേളിലൊരു ഷീത്ത് വരും, മെലൈൻ ഷീത്ത് എന്ന് പറയും. അപ്പോൾ ഒരു മെലൈൻ ഷീത്ത് ഫോർമേഷനാണ് ആക്ച്വലി നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുക.
പിന്നീട് അങ്ങോട്ട് സമാന കാര്യങ്ങൾ ആവർത്തിച്ച് വരുമ്പോൾ ഈ ഫോർമേഷനാണ് നിങ്ങളുടെ ശീലമായി മാറി അതിനോട് നിങ്ങളുടെ പ്രതികരണം, റിഫ്ലക്ഷൻ സംഭവിപ്പിക്കുക. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളുടെ കയ്യിൽ പണം വരുന്നു, നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം പോകുന്നു, നിങ്ങളുടെ കയ്യിൽ പണം വരുന്നു, നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം പോകുന്നു, നിങ്ങളുടെ കയ്യിൽ പണം വരുന്നു, നിങ്ങളുടെ കയ്യിൽ നിന്ന് പണം പോകുന്നു. എന്തുകൊണ്ടാണ് ഈ പാറ്റേണുകൾ ആവർത്തിക്കുന്നത്? ഈ പാറ്റേണുകൾക്ക് അടിസ്ഥാനമായ ഒരു ന്യൂറൽ പാത്വേ എവിടെയുണ്ട്? നിങ്ങളുടെ ബ്രെയിനിലുണ്ട്. അപ്പോൾ ഈ ന്യൂറൽ പാത്വേയിൽ മാറ്റം വരുത്താതെ നിങ്ങളുടെ കയ്യിൽ പണം വന്നാലും എന്ത് സംഭവിക്കും? പണം പോകും. ഇപ്പോൾ ബന്ധം മനസ്സിലായോ? അപ്പോൾ നമുക്ക് എന്താ വഴി? നമുക്ക് ഗുണകരമായ രീതിയിലുള്ള ഒരു ന്യൂറൽ പാത്വേ നമ്മുടെ ബ്രെയിനിൽ സൃഷ്ടിക്കണം. അതിനെന്താ വഴി? ആവർത്തിച്ചുള്ള പ്രോഗ്രാമിങ്ങിലൂടെയാണ് ന്യൂറൽ പാത്വേകൾ സൃഷ്ടിക്കപ്പെടുക. നടവഴികളുടെ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സ്ഥിരമായി പാടത്ത് വരമ്പത്തിലൂടെ നടക്കുമ്പോൾ അവിടെ ഒരു നടവഴി ഫോം ചെയ്യുന്നു. നാം പാടത്തിൻ്റെ ആ നടവഴി ഉപയോഗിക്കാതെ പുത്തൻ വരമ്പിലൂടെ നടക്കാൻ തുടങ്ങുമ്പോൾ പുതിയ നടവഴികൾ ഇവിടെ ഫോം ചെയ്യുന്നു. ഈ പ്രോസസ്സാണ് തലച്ചോറിനെ സംബന്ധിച്ച് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. നമ്മളെ സംബന്ധിച്ച് നമുക്ക് കടത്തിൻ്റെ, ഇപ്പോഴത്തെ അവസ്ഥ കടമാണെങ്കിൽ കടത്തിൻ്റെ ഒരു ന്യൂറൽ പാത്വേ ഉണ്ടാവും. ഇപ്പോഴത്തെ അവസ്ഥ എന്തും ആയിക്കോട്ടെ, അതിന് ആനുപാതികമായ ഒരു ന്യൂറൽ പാത്വേ ഉണ്ടാവും. ആ ന്യൂറൽ പാത്വേകളെ നിശ്ചലമാക്കി, അതിനെ ഇനാക്റ്റീവാക്കി നമുക്ക് പുത്തൻ ന്യൂറൽ പാത്വേകൾ സൃഷ്ടിക്കണം. അത് സമ്പത്തിൻ്റേതായിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മുടെ ഉപബോധ മനസ്സിന് വലിയ പ്രാധാന്യമുണ്ട്. ഈ ഉപബോധ മനസ്സിൽ നമുക്ക് ഇപ്പോൾ നമ്മളെക്കുറിച്ചുള്ള സെൽഫ് ഇമേജ് അത് കടക്കാരൻ്റെ ആണെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള ഒരു പാത്വേ ആയിരിക്കും നിങ്ങൾക്കുണ്ടാകുക. കാരണം എന്താ? നമ്മുടെ ചിന്തകളൊക്കെ കടത്തെക്കുറിച്ചിട്ടായിരിക്കും. അതിനെ നമുക്ക് റീവയർ ചെയ്യണം. അതിനായിട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ റിയാലിറ്റിയെ നിങ്ങൾ തൽക്കാലം പർപ്പസ്ഫുള്ളി ഒന്ന് മറക്കാൻ നോക്കണം. നിങ്ങൾ മറക്കണ്ട, മറിച്ച് മനഃപൂർവമായ ആവർത്തിച്ചുള്ള പ്രവൃത്തികളിലൂടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് നേരെ എന്ത് എതിര് ആണോ അത് നിങ്ങൾ എന്ത് ചെയ്യണം? ആവർത്തിക്കണം. ഇപ്പോഴത്തെ അവസ്ഥ കടം. അപ്പോൾ നമ്മൾ എന്താ പറയുക? നമ്മുടെ ലാംഗ്വേജ്, എനിക്ക് കടമുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് സമ്പത്താണ്, അല്ലേ? അപ്പോൾ നിങ്ങളിപ്പോൾ പറയുകയാണ് ഞാൻ സമ്പന്നനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇപ്പോഴത്തെ നിങ്ങളുടെ ബിലീഫ് സിസ്റ്റം അതിനെ എതിർക്കും. ബിലീഫ് സിസ്റ്റം, ഞാൻ ഈ പദം ഉപയോഗിച്ചു അല്ലേ? ഈ ബിലീഫ്, വിശ്വാസം. ആദ്യമേ പറഞ്ഞിരുന്നു വിശ്വാസം തൊട്ട് നോക്കാം. എങ്ങനെ തൊട്ട് നോക്കാമെന്നറിയാവോ? നിങ്ങൾ ഈ മിലൈൻ ഷീറ്റിലെ അതിനൊരു വൈറ്റ് കളറാണ്. നിങ്ങളുടെ തലച്ചോറിൻ്റെ ഒരു സ്ട്രക്ചർ നിങ്ങൾ എപ്പോഴെങ്കിലും പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു വൈറ്റ് മാറ്ററും ഗ്രേ മാറ്ററും കാണാൻ നിങ്ങൾക്ക് പറ്റും. ഈ തൊട്ട് നോക്കാവുന്ന സാധനമാണ് ഈ വൈറ്റ് മാറ്റർ. അതാണ് നിങ്ങളുടെ വിശ്വാസം, അതാണ് ഈ ന്യൂറൽ പാത്വേ. അപ്പോൾ ഇത് നമ്മുടെ തലയ്ക്കകത്താണ്. ഇതിനെ നമുക്ക് റീസ്ട്രക്ചർ ചെയ്യാൻ നിങ്ങൾ ആവർത്തിച്ച് നിങ്ങളുടെ ഡിസൈഡ് സ്റ്റേറ്റിനെ കുറിച്ചുള്ള കമൻറ്റുകൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുക. പറയുക മാത്രമല്ല, ആവർത്തിച്ച് എഴുതുക. അഫിർമേഷൻസ് എന്ന് പറയും. വളരെ പോസിറ്റീവായ അഫിർമേഷനുകൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഒരു ഗംഭീരൻ ഒരു അഫിർമേഷൻ ഞാൻ തരാം. ഇത് അഫിർമേഷൻ അല്ല, ആക്ച്വലി നിങ്ങളുടെ ഇപ്പോഴത്തെ മണി ബ്ലൂ പ്രിൻറ്റിനെ മാറ്റിമറിക്കാൻ പറ്റുന്ന, അതിനെ ഫുള്ളായിട്ട് റീപ്ലേസ് ചെയ്ത് പുതിയൊരു ന്യൂറൽ പാത്വേ സിസ്റ്റം നിങ്ങൾക്ക് പ്രദാനം ചെയ്യാൻ സാധിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ സെൻറ്റൻസാണ്. ആ സെൻറ്റൻസ് നിങ്ങൾ ഒരു പേനയും പേപ്പറും എടുക്കുക. ഞാൻ അല്പസമയത്തേക്ക് എൻ്റെ വീഡിയോ ഒന്ന് പോസ് ചെയ്യാണ്, ഒരു ടൈമർ തരികയാണ്. കാരണം നമുക്ക് കയ്യോടെ ചെയ്തു പോകാം. ഞാൻ 1 മിനിറ്റ് സമയം തരുന്നു. ഈ 1 മിനിറ്റിനുള്ളിൽ നിങ്ങൾ നല്ല ഭംഗിയുള്ള, സിഗരറ്റ് കൂടെ ഒന്നും എടുത്തുകൊണ്ട് വരരുത്, ഒരു നല്ല നോട്ട്ബുക്കും ഒരു പേനയും എടുത്ത് തിരിച്ചു വരിക. 1 മിനിറ്റ് സമയം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ.
വെൽക്കം ബാക്ക്. ചില കാര്യങ്ങൾ നമ്മൾ പിന്നത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അതുകൊണ്ട് കയ്യോടെ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ടൈമർ തന്നത്. നിങ്ങൾ ആ ബുക്കിലേക്ക് ഞാൻ ഈ പറയുന്ന അഫിർമേഷൻ എഴുതുക. എനിക്ക് സൂക്ഷിക്കാനും ഉപയോഗിക്കാനുമായി വളരെ വലിയ അളവിലുള്ള സമ്പത്ത് എളുപ്പത്തിലും വേഗത്തിലും നല്ല മാർഗങ്ങളിലൂടെ സ്ഥിരമായി വർദ്ധിക്കുന്ന അളവിൽ എല്ലാവരുടെയും താൽപ്പര്യത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നതിന് ഞാൻ പ്രപഞ്ച സൃഷ്ടാവിനോട് അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയോട് നന്ദി പറയുന്നു. ഇത് നിങ്ങൾ ഒരു ദിവസം ഒരു 21 പ്രാവശ്യമെങ്കിലും നിങ്ങൾ എഴുതണം. 21 പ്രാവശ്യം. ഓരോ തവണ നിങ്ങൾ എഴുതി കഴിയുമ്പോഴും നിങ്ങൾ പേന താഴെ വെച്ച് മനസ്സിൽ കൈയെടുത്ത് ഈ ഹൃദയത്തോട് ചേർത്ത് വെച്ചിട്ട് നന്ദി 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 എന്ന് 3 പ്രാവശ്യം പറയണം. ഒരു 21 ദിവസം നിങ്ങളിങ്ങനെ എഴുതണം. ഇത് ആദ്യമൊക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് നല്ല എതിർപ്പുകളുണ്ടാവും. ആരെ എതിർക്കുക? നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തന്നെ എതിർപ്പുണ്ടാവും. ബട്ട് നിങ്ങൾ 21 ദിവസം കംപ്ലീറ്റ് കഴിയുമ്പോൾ മൈൻഡ് കൺഫ്യൂഷൻ സ്റ്റേറ്റിലേക്ക് പോകും. കാരണം ആദ്യം നമുക്ക് എതിർപ്പ് വന്നു. മൈൻഡിൻ്റെ 3 സ്വഭാവങ്ങളാണ്. ഒന്ന് നിങ്ങളെ റെസിസ്റ്റ് ചെയ്യും, പിന്നെ കൺഫ്യൂഷനാവും, പിന്നെ അത് പെർസിസ്റ്റ് ചെയ്യും. അപ്പോൾ ഈ 3 സ്റ്റേജ് നമുക്ക് കടന്നു പോകണം. സോ ടോട്ടൽ ഈ പ്രാക്ടീസ് നിങ്ങൾക്ക് വരുന്നത് 66 ദിവസം. നോക്കൂ, നമ്മൾ എത്ര വർഷം പഠിച്ചു? 10ാം ക്ലാസ് പഠിച്ചു അല്ലേ? പിന്നെ അത് കഴിഞ്ഞ് +2 അല്ലെങ്കിൽ പ്രീ ഡിഗ്രി പോയി, ഡിഗ്രിക്ക് പോയി, അല്ലെങ്കിൽ നമ്മൾ ഈ സാങ്കേതിക വിദ്യാഭ്യാസത്തിന് പോയി. അതിനൊക്കെ ശേഷമാണ് നമ്മൾ പരിശ്രമിച്ചിട്ട് പിന്നെയാണ് നമ്മുടെ അവസ്ഥ ഇത്. അത് ചിലപ്പോൾ കടമുള്ളവരുണ്ട്, റിച്ചുള്ള, ഇതെല്ലാം ഉണ്ടാവും. ഈ അവസ്ഥ എത്തി നിൽക്കുന്ന ഇത്രയും പഠനത്തിൻ്റെ അവസ്ഥ അല്ലേ? ഞാൻ 66 ദിവസം മാറ്റി വെക്കാൻ പറയുന്നു. എന്തിനാണ്? ഇപ്പോഴത്തെ നിങ്ങളുടെ മണി ബ്ലൂ പ്രിൻ്റ് എന്താണോ അതിനെ ഓൾട്ടർ ചെയ്ത് പുത്തനൊരു മണി ബ്ലൂ പ്രിൻ്റ് നമുക്ക് ഇംപ്രിൻ്റ് ചെയ്ത് ആ ബ്രെയിനിൻ്റെ ശക്തി ഉപയോഗിച്ച് ആ ബ്രെയിൻ നിങ്ങൾക്ക് വേണ്ടി പുത്തൻ വഴികൾ വെട്ടിത്തരും. നിങ്ങൾ നാളിതുവരെ പ്രതീക്ഷിക്കാത്ത തലത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അവസരങ്ങൾ വരും. ആ അവസരങ്ങളെ കയറിപ്പിടിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ അകത്തെ പ്രോഗ്രാം കറക്റ്റ് ചെയ്യണം. ഈ അകത്തെ പ്രോഗ്രാം കറക്റ്റ് ചെയ്യുമ്പോൾ അത് സ്ഥിരമാവണം. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ? കയറിയിട്ട് ഇറങ്ങിപ്പോകും. നിങ്ങൾ 21 ദിവസം പ്രാക്ടീസ് ചെയ്തിട്ട് നിർത്തി. നമ്മളൊരു നടവഴി വഴി പോകുന്നില്ല, പുത്തൻ നടവഴി പോകുന്നു, പുതിയ വരമ്പുണ്ടാകുന്നു. നിങ്ങൾ പെട്ടെന്ന് അതിൽ നിർത്തിക്കഴിഞ്ഞാൽ ഇവിടെ പെട്ടെന്ന് പുല്ല് വളരും. ആദ്യത്തെ നടവഴി സ്ട്രോങ് ആവും. ആദ്യത്തെ നടവഴി കടക്കാരൻ്റെ ആണെങ്കിൽ നിങ്ങൾ സമ്പന്നത്തിൻ്റെ പുതിയ വഴിയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് നിർത്തിയാൽ ഇത് വീണ്ടും സ്റ്റോപ്പാവും, പഴയ വഴിയിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് 21 ദിവസം കഴിയുമ്പോൾ അതാണോ ശരി ഇതാണോ ശരി എന്ന അവസ്ഥയിലേക്ക് മനസ്സെത്തും. കാരണം ഉപബോധ മനസ്സ് ബേസിക്കലി പൊട്ടനാ. നമ്മൾ എന്ത് ആവർത്തിച്ച് അങ്ങോട്ട് പ്രോഗ്രാം ചെയ്യുന്നോ അതാണ് അവൻ ഏറ്റുപിടിക്കുക. അപ്പോൾ ആദ്യം പറയുമ്പോൾ നിലവിലുള്ള പ്രോഗ്രാം അവൻ അറിയാമല്ലോ, നമുക്ക് കടമാണ്. എന്നിട്ട് നമ്മൾ സമ്പന്നതയെക്കുറിച്ച് പറയുമ്പോൾ ഇവൻ എതിർക്കും, സ്വാഭാവികം. പക്ഷേ 21 ദിവസം. അതും കഴിഞ്ഞ് അടുത്ത 20 ദിവസം കൺഫ്യൂഷൻ. ആദ്യത്തെ വേണോ രണ്ടാമത്തെ വേണോ? പക്ഷെ നമ്മൾ ഉറച്ചു നിൽക്കണം. ആവശ്യാരുടെയാ? നമ്മളുടേതാണ്. നിർബന്ധം വല്ലതും ഉണ്ടോ? എന്നും ഒരുത്തൻ്റെ മുമ്പിൽ നട്ടല് വളച്ച് കടക്കാരനെന്ന് പറഞ്ഞ് എക്സ്ക്യൂസ് പറഞ്ഞ് മൊബൈൽ ഓഫ് ചെയ്ത് വെച്ച് ഓടി ഒളിച്ചേക്കാമെന്ന് നിർബന്ധം വല്ലതും ഉണ്ടോ? ആ നിർബന്ധം നിങ്ങൾക്കുണ്ട് എങ്കിൽ ഇതെല്ലാം മാറ്റിവെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നാളിതുവഴി ഓടിപ്പോലോട്. ഇല്ലെങ്കിൽ അകത്തെ പ്രോഗ്രാം മാറാതെ പുറത്തെ അവസ്ഥ മാറില്ല. നമുക്ക് മികച്ച ഒരു ന്യൂറൽ പാത്വേ സൃഷ്ടിക്കണം. അതിനെ നല്ല കട്ടിയുള്ള മെലൈൻ ഷീത്ത് കൊണ്ട് സ്ട്രോങ് ആക്കണം. അതിൻ്റേതായ സമയം കൊടുക്കണം. ഈ 66 ദിവസം അതിനുള്ളതാണ്. നിങ്ങളുടെ രണ്ടാമത്തെ 21 ദിവസം ആ കൺഫ്യൂഷൻ സ്റ്റേറ്റിൽ നിന്നും അടുത്ത 21 ദിവസത്തിലേക്ക് കടക്കുമ്പോൾ പഴയ നിങ്ങളുടെ പ്രോഗ്രാം ഉണ്ടല്ലോ, കടത്തിൻ്റെ, രോഗത്തിൻ്റെ, ദുരിതത്തിൻ്റെ, കഷ്ടപ്പാടിൻ്റെ, ബുദ്ധിമുട്ടിൻ്റെ, നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ നിങ്ങൾ മാറും. മൈൻഡിൽ മാറുമ്പോൾ അത് ബ്രെയിനിൽ മാറും. ബ്രെയിനിൽ മാറിയാൽ നിങ്ങളുടെ ഫിസിക്കൽ വേൾഡിൽ അത് മാറും. നിങ്ങളിലേക്ക് പുത്തൻ അവസരങ്ങൾ വരും. നിങ്ങൾക്ക് പണം വന്നാലും നഷ്ടപ്പെടാതെ പുത്തനായിട്ട് അതിനെ വിനിയോഗിക്കാനുള്ള ശക്തി ലഭിക്കും. ഇതൊക്കെ വേണമെങ്കിൽ നന്നായി ഒരുങ്ങ്. ലോട്ടറി കുറി എടുത്ത് സ്വപ്നം കണ്ട് നടക്കാതെ നിങ്ങളുടെ പഴയ പാത്വ വെച്ച് നിങ്ങൾക്ക് ലോട്ടറി അടിച്ചാലും നിങ്ങൾ ഇരട്ടിക്കടത്തിലേക്ക് പോകും. സോ 43ാമത്തെ ദിവസം മുതൽ 66ാമത്തെ ദിവസം വരെ
ഈ ന്യൂറൽ പാത്വേ ഉറയ്ക്കാനുള്ള സമയമാണ്. വൺസ് അത് സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ രക്ഷപ്പെട്ടു. ബാക്കി പണി ഈ ന്യൂറൽ പാത്വേ ചെയ്തുകൊള്ളും. മാറ്റം കാലത്തിന് അലംഘനീയ നിയമമത്രേ, അരുതെന്ന് ശഠിച്ചാൽ പോലും അത് വരും. ആ മാറ്റത്തിനൊപ്പം നിങ്ങളും മാറണമെങ്കിൽ ആ മാറ്റം അകത്തുണ്ടാക്കുക. നിങ്ങൾ കുറേ മോട്ടിവേഷൻ ക്ലാസ് കേട്ടു, പെട്ടെന്ന് നസീറിൻ്റെയും ജയൻ്റെയൊക്കെ സിനിമ കണ്ട പോലെ, അല്ലെങ്കിൽ മമ്മൂട്ടിയും മോഹൻലാലും സിനിമ കണ്ട പോലെ, അല്ലെങ്കിൽ പുത്തൻ യുഗത്തിൽ വിജയുടെ സിനിമ കണ്ട പോലെ ഒന്ന് വിജൃംഭിക്കും, എന്നിട്ട് ഇറങ്ങിപ്പോവും. മോട്ടിവേഷൻ നിങ്ങളെ പറ്റിക്കും. നമുക്ക് വേണ്ടത് സ്ഥിരമായ ബ്രെയിൻ പ്രോഗ്രാമിംഗ് ആണ്. അതിന് ആ ന്യൂറൽ പാത്വേ ഫോം ചെയ്യാൻ ആവശ്യമായ സമയം നിങ്ങൾ കൊടുക്കണം. അത്രയും നാൾ നിങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിൻ്റെ പുറകിൽ നിങ്ങളെ പ്രാപ്തനാക്കാൻ ഈ പ്രാക്ടീസുകൾ ചെയ്യട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഗ്യാരൻറ്റീഡ്. മാറ്റം നമ്മുടെ ജന്മാവകാശമാണ്. നമ്മൾ മാറിയാലും മാറിയില്ലെങ്കിലും മാറ്റം വരും. അതൊന്നുകിൽ നമ്മളെ നശിപ്പിക്കും, അല്ലെങ്കിൽ നമ്മളെ ഉന്നതിയിലേക്ക് കൊണ്ടുപോകും. അത് തീരുമാനിക്കുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സാണ്. അതനുസരിച്ച് പ്രോഗ്രാം ചെയ്യപ്പെടുന്ന നിങ്ങളുടെ ബ്രെയിനും സെൻട്രൽ നെർവസ് സിസ്റ്റവുമാണ്. അവിടെ നമുക്ക് ഇടപെടാം, മാറ്റങ്ങൾ വരുത്താം. ആ മാറ്റത്തെ നമുക്ക് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് വിളിക്കാം. നിങ്ങൾക്ക് അനുകൂലമായൊരു ന്യൂറൽ പാത്വേ സെറ്റ് ചെയ്യാൻ നിങ്ങൾ തന്നെ മുന്നിട്ടിറങ്ങണം. പ്രാക്ടീസ്, പ്രാക്ടീസ്, പ്രാക്ടീസ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലസ് യു ആൾ.